ദൈവത്തിൻ്റെ കൃപയാൽ 3 വർഷക്കാലം നിങ്ങളോടുകൂടെ ആയിരുന്നു. നിങ്ങൾ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും സ്നേഹ ഉപകാരങ്ങൾക്കും മൊമെൻ്റോയ്ക്കും നിങ്ങൾ തന്ന പ്രാർത്ഥനയ്ക്കും എല്ലാം നന്ദിയുണ്ട്. ഈ മൊമെൻ്റോയുടെ വാക്കുകൾ വായിക്കുക. You are presented to Reverend Dr. T.P. Supriya. You are lighted to lighten many lives. Your shepherding has left a lasting legacy on us. With gratitude, we bid farewell to shine even brighter. അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. നന്ദി പറയുന്നു. എല്ലാ വിശുദ്ധ കുർബാനയ്ക്കും ശേഷം ഞങ്ങൾ ഫെയർവെൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നും പറഞ്ഞു, അതിലപ്പുറത്തേക്കൊന്നും പറയാനില്ല. എല്ലാ വിശുദ്ധ കുർബാനയ്ക്കും ശേഷം ഫെയർവെൽ പറയും. ബലഹീനനും ഭാവിയുമായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നാനിക്കുവാൻ നിങ്ങൾ തെളിഞ്ഞ സന്തോഷത്തോടെ പോയി സമാധാനത്തോടെ പോയി പ്രാർത്ഥിക്കും. ഇതാണ് എല്ലാ ഞായറാഴ്ചയും പറയുന്നത്. കാരണം എന്നിട്ട് ഈ ത്രോണോസ് തൊട്ടിട്ട് പറയാൻ ദൈവമേ അടുത്ത ഞായറാഴ്ചയിൽ നിന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ സ്വാമികളിൽ തന്നെ എന്നും പറഞ്ഞു. ഞായറാഴ്ച ഇവിടെ വന്നല്ല, എവിടെയെങ്കിലും ഇവിടെ ത്രോണോസ് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുക സ്വാമികളിൽ തന്നെ മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. നിങ്ങളുടെ വാക്കുകൾക്കൊക്കെ തന്നെ നിങ്ങളെല്ലാവരും വിശന്നിരിക്കുകയാണ്, ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിനി എന്ത് പറയാൻ, എങ്കിലും നാളെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് പറയാൻ. എബ്രഹാം ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 13 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുക. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും തന്നെ. ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയാൻ. നിങ്ങളെ ഒത്തിരി പേര് നടത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ 3 വർഷം നടത്തിയെന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്ത കാര്യമാണ്. ഒരച്ഛൻ 3 വർഷം ഇവിടെ ഇരുന്ന് ജനങ്ങളെല്ലാം പൈസ മുടക്കി, ജനങ്ങളെല്ലാം ചെയ്യും. ക്രെഡിറ്റ് എല്ലാം പറ അച്ഛനെ ക്രെഡിറ്റ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും. നിങ്ങളാണ് ചെയ്തതുകൊണ്ട് ഞാനിവിടെ വികാരി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചത് മാത്രമാണ്. എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നിലല്ല എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് വലിയൊരാളാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, നീ സ്വർഗത്തിൽ പോകുമ്പോൾ നിന്റെ സാരിയുടെ തുമ്പൽ പിടിച്ചുകൊണ്ട് ഞാൻ വരും. കാരണം അത്രമാത്രം വിശുദ്ധയായ ഒരാളാണ് ഞാൻ. ഈ ഇവരുടെ ഒരു കമ്മിറ്റിയിൽ ഒന്നും ദേഷ്യപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം ഞാൻ ഇവിടെ സഹിക്കും. പക്ഷെ ദേഷ്യപ്പെടുന്നു ഇതെല്ലാം കേട്ടിട്ട് ഒരു വാക്കുപോലും തിരിച്ചു പറയാത്ത ഒരാൾ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം കേൾക്കും. എനിക്ക് വേണ്ടി ഫുൾ ടൈം വരുന്ന പ്രാർത്ഥന. എൻ്റെ സെക്രട്ടറിയാണ് എൻ്റെ ഭാര്യ. എല്ലാം എഴുതും. ഒരു സർട്ടിഫിക്കറ്റ് എഴുതണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, രജിസ്റ്റർ എടുത്ത് പറയും, ഇന്നാണ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എല്ലാ സർട്ടിഫിക്കറ്റും എടുക്കും. ഞാൻ അവസാനം സൈൻ ചെയ്ത് സീൽ ചെയ്യും.
അതല്ലാതെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തത് നിങ്ങളാണ്. പിന്നെ എൻ്റെ ഭാര്യ, പിന്നെ കുഞ്ഞുങ്ങൾ, അവര് എനിക്ക് മൂത്തൊരു മകളുണ്ട്, ഒരു എഞ്ചിനീയർ. നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ഒരു മകളാണ്. രണ്ടാമത്തെ മകളാണ് നമ്മൾ മുത്തെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ മുത്തെന്ന് വിളിച്ചാൽ ഇവിടെ നമ്മുടെ രാജു സഹോദരൻ മുത്തെന്ന് പറഞ്ഞ് ഇടവകയിലുള്ള എല്ലാവർക്കും മുത്തായി. അപ്പോൾ ഞാൻ രാജു സഹോദരനോട് പറഞ്ഞു, ഇനി അങ്ങനെ മുത്തെന്ന് വിളിക്കരുത്, ഡോക്ടർ തേജസ് എന്ന് വിളിക്കണം. പക്ഷേ രാജു സഹോദരൻ അങ്ങനെ ചെയ്യാറില്ല, മുത്തെന്നേ വിളിക്കാറ്. അപ്പോൾ ഞാൻ മുത്തനോട് ചോദിച്ചു, മുത്തത്തിന് എനിക്ക് ഇഷ്ടമാണ്, എല്ലാവരും മുത്തെന്ന് വിളിക്കുന്നത്. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മുത്ത് ഈ 10 വർഷമായി ലുധിയാന മെഡിക്കൽ കോളേജിലും പിന്നെ ദാവണക്കര മെഡിക്കൽ ബാപ്പുജി മെഡിക്കൽ കോളേജിലും പഠിക്കുകയാണ്. 10 വർഷമായിട്ട് ഈ നല്ല ഇടവകയും മറ്റൊന്നും ബന്ധമില്ല. അവിടെ മുത്തായിരുന്നു കപ്പിയാരും ശുശ്രൂഷകരും, അൽമായ ശുശ്രൂഷകരും, ലോയർ മാസ്റ്ററും എല്ലാം മുത്തായിരുന്നു. മുത്തില്ലെങ്കിൽ അവിടെ പാട്ടില്ല. അങ്ങനെയായിരുന്നു ദാവണക്കര ഇടവക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും